മഴത്തോരു മുമ്പേയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള തർക്കം രോഹിത്തിനെ വളരെയധികം സങ്കടപ്പെടുത്തുകയാണ്. അവന് ചിന്തിക്കുന്നുണ്ട്, അമ്മയെപ്പോലെ നമ്മളും തരം താഴ്ന്നാൽ ഇവിടെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് ബബിതയും കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. ബബിത ഇപ്പോൾ ഒട്ടും വിട്ടുകൊടുക്കാതെ കൂടിയിരിക്കുകയാണ്. പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നു, പക്ഷേ നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു വീട്ടിലെ പ്രശ്നം വഷളാവാതിരിക്കണമെങ്കിൽ നല്ല രീതിയിൽ ഒതുങ്ങി നിന്നേ പറ്റുകയുള്ളൂ. അവളെയും കൂടെ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് രോഹിത് ബബിതയെ ഫോൺ വിളിക്കുകയാണ്. അപ്പോൾ എന്താ രാജകുമാരന് താഴേക്ക് ഇറങ്ങാൻ വയ്യ, ഇതെന്താ ഫോൺ വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ ഒന്ന് മേലേക്ക് വാ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പം ബബിത ചോദിക്കുന്നുണ്ട്, അതെന്നാ നാളെ പറഞ്ഞാൽ പോരെ, അത്രയ്ക്കും അത്യാവശ്യമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അതെ അത്യാവശ്യമാണ്, നീ വേഗം വാ എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു സമയത്ത് രോഹിത് കുളിച്ചൊക്കെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് ബബിത അങ്ങോട്ടേക്ക് കയറി വന്നത്. അങ്ങനെ ബബിത ചോദിക്കുന്നുണ്ട്, എന്താ എന്താ രോഹിയേട്ട എന്തിനാ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ ഇവിടുത്തെ പ്രശ്നം സംസാരിക്കാനാണ്. നീ എന്തിനാ അമ്മയോട് വെറുതെ വഴക്കിന് പോയത്? അമ്മ പറയുന്നതൊക്കെ കേട്ട് നിൽക്കല്ലാതെ തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട എന്നുള്ളത് അച്ഛൻ പറഞ്ഞത് നീ കേട്ടിട്ടില്ലായിരുന്നു? നീ അതൊക്കെ മറന്നോ? അമ്മ ഓരോ പ്രശ്നത്തിനായിട്ട് നിൽക്കുകയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ അതൊക്കെ മറന്നു പോയോ? പിന്നെ അമ്മയും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, ഓ ഇപ്പം ഞാനാണോ പ്രശ്നക്കാരി? അമ്മ ഓരോന്ന് ചൊറിഞ്ഞ് പറഞ്ഞ് വന്നത് കേട്ടിട്ടില്ല? അച്ഛനെ പോലും എന്തൊക്കെയാണ് പറയുന്നത്? തരം താഴ്ത്തി ഓരോ നിമിഷവും സംസാരിക്കാൻ നോക്കുന്നത്. അച്ഛനും നമ്മളും പുറത്തു പോയത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമ്മൾ അമ്മയുടെ കൂടെ പണ്ടത്തെ പോലെ നിൽക്കണം, അതാണ് ആഗ്രഹം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, അതിനിപ്പോൾ അമ്മയെ മാറ്റിയെടുക്കാൻ ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്നാൽ പോലും സാധിക്കത്തില്ല. നമ്മുടെ അച്ഛനെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, എന്തോരം തരം താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. ആ മനുഷ്യന് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛന് നല്ല ദേഷ്യം വന്നിരുന്നു അമ്മൻ്റെ സംസാരത്തിൽ, കടിച്ചു പിടിച്ച് നിന്നതാണ്. അച്ഛൻ്റെ കണ്ണിൽ തീ ജ്വലിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, എങ്ങനെ പറയാതിരിക്കും, അത്തരത്തിലുള്ള സംസാരമല്ലേ, നമ്മൾ പോകുന്നതോ ചെയ്യുന്നതോ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട്, എന്തായാലും ഇനി ഇങ്ങനെ വേണ്ട, നീ നല്ലോണം ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് താങ്ങായിട്ട് അലീന ചേച്ചി പോലും ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഈ കുടുംബം ഒരു ബഹളവും കുഴപ്പവും ഇല്ലാതെ പോകണമെങ്കിൽ നമ്മൾ മൗനമായി ഇരുന്നേ പറ്റൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ബബിതയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ബബിത ഞാൻ ശ്രമിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ പതുക്കെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ലൈറ്റ് ഓണാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതെന്താ അമ്മ, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒളിഞ്ഞു നോക്കി നിൽക്കുകയാണോ എന്നൊക്കെ ബബിത ചോദിക്കുന്ന സമയത്ത്, അതേടി നീയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, എനിക്ക് ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ, നീയൊക്കെ പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ, നീ ഇപ്പം മുകളിലോട്ട് പോയത് ആരെ കാണാനോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ രോഹിതേട്ടനോട് അല്പം സംസാരിക്കാൻ പോയതാ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നീ എന്തിനാ അവൻ്റെ മുറിയിലോട്ട് പോയത്? അവനൊരു പ്രായപൂർത്തിയായ ചെക്കനല്ലേ, നീ എന്തിനാ അവൻ്റെ മുറിയിലോട്ട് ഈ സമയത്ത് അസമയത്ത് കയറി ചെന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അമ്മ എന്തർത്ഥത്തിലാണ് സംസാരിക്കുന്നത്? എൻ്റെ ഏട്ടനോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ നേരവും കാലവും എന്തിനാ? ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പോൾ തന്നെ സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യം, നിനക്കെന്താ നാളെ സംസാരിച്ചാൽ പോരെ? ഇങ്ങനെ അസമയത്താണോ പ്രായപൂർത്തിയായ ചെക്കന്മാരുടെ അടുത്തോട്ട് പോകുന്നത്? നീ എന്ത് ഇതാക്കാനാണ് പോയത് എന്നൊക്കെ വേറൊരർത്ഥത്തിൽ വൈജയന്തി ചോദിക്കുന്ന സമയത്ത്, ഈ അമ്മ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ? നിങ്ങൾക്കും ഇല്ലേ ആങ്ങളമാർ? നിങ്ങളും അവിടെ പോകുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കല്ലേ, അതായിരിക്കും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പന്നത്തരം പറഞ്ഞാലുണ്ടല്ലോ നിൻ്റെ ചെവിക്കലും ഞാൻ അടിച്ച് പൊട്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് വൈജയന്തി. അപ്പോൾ ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അത് ശരി, എനിക്കൊന്നും പറയാൻ പറ്റില്ല, അമ്മയ്ക്ക് എന്തും പറയാമെന്നായോ? ഞാൻ എൻ്റെ ഏട്ടനോട് സംസാരിക്കുന്നത് പോലും വേറൊരു അർത്ഥത്തിൽ കാണുന്നുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സ് എത്രത്തോളം ദുഷിച്ചതാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരിക്കും, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ചിന്ത വരുന്നത് എന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ ബബിത പോവുകയാണ്.